നിങ്ങൾ ഈ കാണുന്നത് പോലെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു പീസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് റൺ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് 4 സൈഡും ബാൻഡ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് എത്തുന്നതായി. കട്ടിങ് നമുക്ക് വരുന്നത് ബീംസോ കട്ടിംഗ് ആണ്. അത് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മളായിട്ട് ഇനി ഒന്നും ചെയ്യണ്ട. ആദ്യം നമ്മൾ ചെയ്യുന്നത് കോൾഡ് പ്രസിംഗ് ആണ്. കോൾഡ് പ്രസിംഗ് നമ്മൾ ചെയ്യുമ്പോൾ 100 ടൺ പ്രഷറിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എല്ലാ പീസുകളും നമ്മൾ ഇതേപോലെ A to Z നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ സൈറ്റിൽ എത്തിക്കുന്നത്. അതിനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് സ്ക്രാച്ചസോ അതേപോലെ തന്നെ ഡാമേജസോ. FG Rao എന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിന് അടുത്തായിട്ട് പൊരിബസാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബ്രില്യന്റ് ഇന്റീരിയേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഫാക്ടറിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു 4 വർഷം മുന്നേ ഇതേ കമ്പനിയുടെ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീകളാൽ നിയന്ത്രിക്കപ്പെടുന്ന വലിയ ഒരു ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീൻ വെച്ചിട്ട് ഇന്റീരിയറിന്റെ ഓരോ പ്രോഡക്റ്റുകളും ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഒരു കമ്പനിയാണ് ബ്രില്യന്റ് ഇന്റീരിയേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ മാറ്റങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നതൊക്കെ നമ്മൾ കാണാൻ പോവാണ്. നേരെ ബ്രില്യന്റ് ഇന്റീരിയേഴ്സിന്റെ വിശേഷങ്ങളിലേക്ക്. ബ്രില്യന്റ് കമ്പനിയുടെ മാനേജറായിട്ടുള്ള സരിതയും അതേപോലെ തന്നെ മാർക്കറ്റിംഗ് കൈകാര്യം ചെയ്യുന്ന അഭിരാമിയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 22 വർഷമായി. 22 വർഷമായിട്ടുണ്ടല്ലേ? എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിവിടെ മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോം ഇന്റീരിയർ ആണ്. അത് കൂടാതെ ആർക്കിടെക്ചേഴ്സ് അതേപോലെ എഞ്ചിനീയേഴ്സ് അവരെല്ലാം തരുന്ന ഡ്രോയിങ്സ് വെച്ചിട്ട് ജോബ് വർക്ക് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത്. പുറമേയുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ? ഓക്കെ. ഇനി എനിക്ക് കാണേണ്ടതും അറിയേണ്ടതും നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നതിനുള്ള കാര്യങ്ങളാണ്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, തീർച്ചയായും. നമുക്ക് ഇവിടെ ഒരു പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ ഓൺ പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ക്ലയന്റിന് പുറത്തു വരുന്ന ജോബ് വർക്ക് ആണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ ക്ലയന്റ് തരുന്ന ഡ്രോയിങ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ പരിപാടികളൊക്കെ പൂർണ്ണമായിട്ട് സോഫ്റ്റ്വെയറിലാണ്. സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് കോൾഡ് പ്രസിംഗ് ആണ്. കോൾഡ് പ്രസിംഗ് നമ്മൾ ചെയ്യുമ്പോൾ 100 ടൺ പ്രഷറിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിൽ കൊടുക്കുന്ന ഗം ഒക്കെ ഏതാണ്? നമ്മൾ D3 ഗം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് മിനിമം ഒരു 4 മണിക്കൂർ മതിയാവും ഇത് പ്രസ് ആവാനായിട്ട്. നമ്മൾ എന്തായാലും ഒരു 12 മണിക്കൂർ നമ്മൾ പ്രസിംഗിൽ ഇടും. അത്ര സമയം പ്രസിംഗ് ഇനി പ്രസിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന അടുത്ത പ്രോസസ്സ് കട്ടിംഗ് ആണ്. കട്ടിംഗ് നമുക്ക് വരുന്നത് ബീംസോ കട്ടിംഗ് ആണ്. അത് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത്. ഇതൊരു വലിയൊരു മെഷീൻ ആണല്ലേ? അതെ, വലിയ മെഷീൻ ആണ്. നമുക്കിപ്പോൾ സോഫ്റ്റ്വെയറിൽ വരുന്ന ഡ്രോയിങ്സ് അനുസരിച്ചിട്ട് നമ്മൾക്ക് വരുന്ന കട്ടിങ്ങിന് വരുന്ന മെറ്റീരിയൽ നമ്മൾ പ്ലൈവുഡ് മെഷീനിൽ കയറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ മെഷർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ മെഷർമെന്റ് ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ചെയ്ത് വന്നോളൂ. ഇവിടുന്ന് അങ്ങോട്ട് നമ്മളായിട്ട് ഇനി ഒന്നും ചെയ്യണ്ട. എല്ലാം സോഫ്റ്റ്വെയർ ആയിട്ട് ലിങ്ക് ആണ്, മെഷീൻ ആയിട്ട് ലിങ്ക് ആണ്, എല്ലാം ചെയ്തോളൂ. നമ്മളൊരാൾ ഇത് ഉള്ളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാനും തിരിച്ചെടുക്കാനും ഒരാൾ നിൽക്കണം മാത്രമേ ഉള്ളൂ. നമ്മളിതിൽ കട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ബ്ലേഡ് ഡയമണ്ടിന്റെ ബ്ലേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് 100% ആക്യുറസി കിട്ടും. നമുക്ക് മെറ്റീരിയലിന് കട്ടിങ്ങിന്റെ എഡ്ജ് ഒക്കെ നല്ല ഷാർപ്പ് ആയിരിക്കും. പിന്നെ ഓരോ കട്ടിങ് കഴിയുമ്പോഴും നമുക്ക് ഓരോ പീസിനും അതിന്റെ ഒരു സ്റ്റിക്കർ കൂടി നമുക്ക് മെഷീനിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ കട്ട് ചെയ്തെടുക്കുന്ന പീസിലും നമ്മൾ ഈ സ്റ്റിക്കർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടിങ്ങിന് ശേഷം അടുത്ത വർക്കിലേക്ക് പോകുമ്പോൾ എന്താണോ ഈ പീസിൽ ചെയ്യേണ്ടത് അതെല്ലാം ആ ഒരു സ്റ്റിക്കറിൽ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിന് ശേഷം നമ്മൾക്ക് വരുന്നത് എഡ്ജ് ബാൻഡിങ് ആണ്. ഈ കട്ട് ചെയ്തെടുത്ത ഓരോ പീസും നമ്മൾക്ക് ഇതിന്റെ എഡ്ജ് നമ്മൾക്ക് കവർ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കോർണർ റൗണ്ടിങ്ങിന്റെ ഓട്ടോമാറ്റിക് മെഷീൻ തന്നെയാണ് നമുക്ക് അവിടെയും വരുന്നത്. എഡ്ജ് ബാൻഡിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടഡ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു പീസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് റൺ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് 4 സൈഡും ബാൻഡ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് എത്തുന്നതായിരിക്കും. കംപ്ലീറ്റ് ഈ ഒരു വർക്കും കഴിഞ്ഞു. അതെ, ഇതൊക്കെ ഒരാൾ നിന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര സമയം എത്ര ദിവസം ചെയ്യേണ്ട വർക്കുകളാണ് എത്ര ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് അല്ലേ? അതെ അതെ. നമുക്കിപ്പോ ഒരു 100-120 ഷീറ്റിന്റെ വർക്കൊക്കെ നമ്മൾക്കിപ്പോ ഒരു 2 മാസം എടുത്ത് ചെയ്യേണ്ട വർക്ക് നമ്മൾക്ക് ഇവിടെ ഒരു 10 ദിവസം കൊണ്ടൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്ത സെക്ഷൻ നമുക്ക് വരുന്നത് ബോറിംഗ് സെക്ഷൻ ആണ്. ബോറിംഗ് സെക്ഷനിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്കാനിങ് ആണ്. മുൻപൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. നമുക്കിവിടെ വരുന്നത് മിനിഫിക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ, അത് പല കമ്പനിയുടെ നമുക്ക് യൂസ് ചെയ്യാം, അത് വെച്ചിട്ടാണ് നമ്മളുടെ ബോക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഹോൾസ് ആയാലും ഗ്രൂസ് ആയാലും അതേപോലെ തന്നെ ഇപ്പോൾ LED ഗ്രൂസ് ആയാലും അതെല്ലാം നമ്മൾക്ക് ഇപ്പൊ ആ 6 ആക്സിസ് മെഷീൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ സ്കാൻ ചെയ്ത് മെഷീനിലേക്ക് കൊടുക്കുന്നു. ഈ പറയുന്ന എല്ലാം എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഒക്കെ ചെയ്തിട്ട് ഇത് പുറത്തേക്ക് വരികയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതില് ഗ്ലാസ് പ്ലേസ് കട്ടിങ്, കോർണർ കട്ടിങ്, LED ഗ്രൂസ്, സ്ട്രിപ്പ് ലൈറ്റിന്റെ ഗ്രൂസ്, ഡെക്കറേറ്റീവ് പ്രൊഫൈൽസ് ഉണ്ട് അതിന്റെ ഗ്രൂസ്, അതെല്ലാം നമ്മൾക്ക് ഈ മെഷീനിലൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു മെഷീനിൽ ചെയ്യാൻ പറ്റും. അതെ, ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇനി ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി അടുത്ത സെക്ഷൻ വരുന്നത് നമുക്ക് പാക്കിംഗ് ആണ്. പാക്കിങ്ങിലേക്ക് നമ്മൾ സ്കാൻ ചെയ്യുന്ന ഓരോ ഐറ്റങ്ങളും നമ്മൾ 2 പീസായിട്ട് ഇവിടുത്തെ സ്റ്റാഫ് എടുത്ത് വെച്ചിട്ട് ഈ കാണുന്നത് പോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റ്
ചെയ്ത് നമ്മൾ ലോഡ് ചെയ്യാനായിട്ട് കണക്കാക്കിങ്ങാണ്ട് നമ്മൾ ക്ലിയർ ചെയ്ത് വെക്കുക. എല്ലാം ഇതേപോലെ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് പുറത്തേക്ക് ഒരു പ്രോജക്റ്റിൽ വരുന്ന എല്ലാ പീസുകളും നമ്മൾ ഇതേപോലെ A to Z നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ സൈറ്റിൽ എത്തിക്കുന്നത്. അതിനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്ക്രാച്ചസോ അതേപോലെ തന്നെ ഡാമേജസോ ഇപ്പോൾ ലോഡിങ്ങിന്റെ സമയത്തായാലും അൺലോഡിങ്ങിന്റെ സമയത്തായാലും പീസുകൾ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പീസ് ഡാമേജ് ആയാൽ പോലും നമുക്ക് അവിടെ സൈറ്റിൽ വർക്ക് പെൻഡിങ് ആവാനും പറഞ്ഞ സമയത്തിനുള്ളിൽ വർക്ക് ക്ലോസ് ചെയ്തിരിക്കാനും പറ്റാത്തൊരു സാഹചര്യം വരുന്നതുകൊണ്ടാണ് നമ്മൾ ഫുൾ ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഡെലിവറി പുറത്തേക്ക് ചെയ്യുന്നത്. ബ്രില്യൻസിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഷിനാസ് ആണ് ഇപ്പൊ കൂടെ ഉള്ളത്. ഷിനാസ്, തുടക്കം മുതലേ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട്. ഇവിടെ സോഫ്റ്റ്വെയർ ആണ് മെയിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഇതിനെ കുറിച്ചിട്ട് എന്തൊക്കെ കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് നമ്മള് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് സോഫ്റ്റ്വെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ക്യൂമേക്കർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഇവിടെ വരുന്നത്. ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് അവർക്ക് ഫാസ്റ്റ് ആയിട്ട് കൊട്ടേഷൻ കൊടുക്കാൻ പറ്റും. ഒരു സാധാ കൊട്ടേഷൻ കൊടുക്കുന്നതിനേക്കാളും വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കൊട്ടേഷൻ കൊടുത്തു. അത് അപ്രൂവൽ ആയാൽ തന്നെ ഫസ്റ്റ് അപ്രൂവൽ ആയാൽ തന്നെ ഈ കൊട്ടേഷൻ എടുത്ത് നമ്മൾ ടീം, ഇതാണ് നമ്മുടെ ടീം, ഇവര് ഫസ്റ്റ് ഇതിന്റെ നമ്മളെ ഒരു സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ ഇവര് പരിപാടി തുടങ്ങും. ഇവര് ഫുള്ള് കംപ്ലീറ്റ് അതില് കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ട ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ മെഷീനിലേക്കാണ്, മെഷീനിലേക്ക് പോകണം. ഇനി ലാസ്റ്റ് പാർട്ടിൽ പറയുന്ന കാര്യം കൂടി ഞാൻ പറയാണ്. ഈ ഫൈനൽ പീസുകൾ ഇത്ര എത്തുമ്പോൾ ഈ പീസുകളൊക്കെ എവിടെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് മിസ്സാവരുത്. ഒരു അതെ അതെ, ഇവിടെ നമ്മൾ കസ്റ്റമായിട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ്. ഒരു പീസ് പോലും മിസ്സാവരുത്. ഈ കാണുന്ന പോലെ എത്ര പീസ് വന്നിട്ടുണ്ട്, ഇതിൽ എത്ര പീസ് വന്നിട്ടില്ല, എത്ര ശതമാനം കംപ്ലീറ്റഡ് ആണ്, പിന്നെ ഏതൊക്കെ പീസ് മിസ്സിംഗ് ആണെന്നുള്ള ഷീറ്റ് വരെ ഇതിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു പീസ് പോലും സൈറ്റിൽ എത്താണ്ടിരിക്കില്ല. ഇവിടെ നിന്നെല്ലാം കംപ്ലീറ്റ് പക്കയായി പാക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. ഈ സോഫ്റ്റ്വെയർ നമ്മൾ കേരളത്തിൽ ആദ്യമായി ഇവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കണേ. ഇതേപോലെ പല സ്ഥലത്തും നമ്മൾ ഈ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്രില്യൻ ഇന്റീരിയേഴ്സിന്റെ ഓണർ സക്കറിയ ഭായി ആണ്. പ്രത്യേകം പരിചയപ്പെടുത്തണമൊന്നും ഇല്ല, കാരണം നമുക്ക് കഴിഞ്ഞ 4 വർഷം മുന്നേ വീഡിയോയിൽ മുന്നിൽ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല എന്നെ ആദ്യമായിട്ട് ബാംഗ്ലൂർ ഒരു എക്സ്പോയിൽ കൊണ്ടുപോയ ആളും കൂടിയാണ്. ഗംഭീരമായിട്ട് ഒരു വീഡിയോ ആ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മേഖലയിൽ ആദ്യമായിട്ട് കേരളത്തിൽ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഇത്രയും വലിയൊരു ഫാക്ടറി നടത്തിയതും നിങ്ങൾ തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ ഈ ഒരു മേഖലയിൽ? വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. കൂടാതെ ഇപ്പൊ നമ്മൾ ആ 4 വർഷം മുമ്പുണ്ടായിരുന്ന മെഷീനറിയെല്ലാം നമ്മൾ പ്രൊഡക്ഷൻ കൂടിയതിന്റെ പേരിൽ നമ്മൾ എല്ലാ മെഷീനറിയും ഡബിൾ ചെയ്തു, ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടല്ലേ? അപ്ഗ്രേഡ് ചെയ്തു തീർച്ചയായിട്ടും. ആദ്യം കണ്ട മെഷീൻ അല്ല ഞാനിപ്പോ വന്ന സമയത്ത് കാണുന്നത്. അത് തന്നെ നമ്മൾ വീണ്ടും ഒരു മെഷീനുള്ള 2 മെഷീനിലേക്ക് മാറ്റി, 2 മെഷീനുള്ള 3 മെഷീനിലേക്ക് മാറ്റി. കാരണം അത്രയും വർക്കുകൾ നമുക്ക് പുറമേ നിന്ന് വരുന്നുണ്ട്. അതിന്റെ കാര്യം അതാണല്ലോ. അതെ. പിന്നെ അത് കൂടാതെ നമ്മൾ കസ്റ്റമൈസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ കുറച്ച് കൂടുതൽ നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ സ്കാനിങ് റിപ്പോർട്ടുകൾ, കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. അതേപോലെ നിയമസഭയിൽ നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് സാർ നിങ്ങളുടെ ഈ ഒരു കമ്പനിയെ കുറിച്ച്, ഫാക്ടറിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് 2 വർഷം മുന്നേ ഏറ്റവും പുതിയ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് പി രാജീവ് സാറാണ്. അതിനുശേഷം ഒരു വ്യവസായത്തെ കുറിച്ചുള്ള തർക്കങ്ങളിൽ, അല്ലെങ്കിൽ കേരളത്തിലെ വ്യവസായം വളരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള തർക്കങ്ങളിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന് മറുപടിയായിട്ട് പറഞ്ഞതിൽ നമ്മളെ ബ്രില്യന്റ് ഇന്റീരിയേഴ്സിനെ കുറിച്ച്, നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഇത്രയും വലിയൊരു ഫാക്ടറിയിൽ ഞാൻ ആദ്യമായിട്ടാണ് പൊടിയില്ലാത്തൊരു ഫാക്ടറി കാണുന്നത്. അതിന് പ്രത്യേക സംവിധാനം സമയത്ത് രാജീവ് സാർ വരുന്ന സമയത്ത് കേരളത്തിലെ ഈ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് കേരളത്തിൽ ഇല്ല. ആദ്യമായിട്ട് നമ്മളാണ് അത് കൊണ്ടുവന്നത്. അത് ഓർത്തു വെച്ചിട്ടാവാം രാജീവ് സാർ നിയമസഭയിൽ പറഞ്ഞത്. അതേപോലെ തന്നെ കയ്പമംഗലം മണ്ഡലത്തിലെ MLA E.T. ടൈസൺ മാസ്റ്റർ വളരെ അധികം നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എസ്എംപുരം പഞ്ചായത്ത്, അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ വ്യവസായ ഓഫീസ്, സർക്കാർ തലങ്ങളിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മളെ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഈ ഫാക്ടറി കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടൈസൺ മാസ്റ്റർ പേര് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചൊരു കാര്യം, എന്റെ ലൈഫിൽ ഞാൻ വ്ളോഗിംഗ് മേഖല സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആദ്യത്തെ ഒരു അംഗീകാരം കിട്ടി അദ്ദേഹത്തിന് കൈമാറി. ഫസ്റ്റ് വ്ളോഗ് ചെയ്തതിനു ശേഷം ആ വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തിന് ആ ഒരു ഇഷ്ടം തോന്നിയിട്ട് പിന്നെ ഞാൻ വന്ന സമയത്തായിരുന്നു, നിങ്ങൾ നമ്മളെല്ലാരും കൂടി ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ആദ്യത്തെ, അതൊരു ഭയങ്കര മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്, ആദ്യത്തെ അംഗീകാരം ആണല്ലേ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ വന്ന സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ ആദ്യമായിട്ട് ഒരു എക്സ്പോയിൽ കൊണ്ടുപോയി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതും നിങ്ങളുടെ കെയർ ഓഫിലായിരുന്നു. ഇങ്ങനെ കുറെ വിശേഷങ്ങൾ ബ്രില്യൻസിനെ കുറിച്ച് പറയുകയാണെങ്കിലും 1-2 കാര്യങ്ങളൊന്നുമില്ല.
ഒത്തിരി കാര്യങ്ങൾ എന്റെ ലൈഫിൽ തന്നെ പല മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ബന്ധം തന്നെയാണ് ശരിക്കും സക്കരിയ ഭായി ആയിട്ട് ഉണ്ടായിരുന്നത്. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ വന്നിട്ടുള്ള ഇപ്പം ഉള്ള മാറ്റങ്ങൾ, എത്രമാത്രം മാറ്റങ്ങളാണ് ബ്രില്യൻസിൽ വന്നിരിക്കുന്നത്. വലിയ വലിയ പ്രോജക്റ്റുകളും ചെറിയ ചെറിയ പ്രോജക്റ്റുകളും എല്ലാ രീതിയിലുള്ള പ്രോജക്റ്റുകളും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇവിടുത്തെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കാം, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അത് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.